കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കും. ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. പറ്റിയിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മളെ വിട്ടുവയ്ക്കുന്ന യോശുവയും കാലേബും ഒക്കെ അവർ വേറൊരു സ്വഭാവമുള്ളവർ എന്നെഴുതിയിട്ട് അവർ ദൈവത്തോട് പറ്റിയിരിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് നടക്കത്തില്ലെന്ന് ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു നടക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളോട് ജയിക്കും. ഇതിനൊക്കെ ശക്തികളെയല്ല നമ്മൾ കാണേണ്ടത്, നമ്മുടെ കൂടെയുള്ളവൻ ആരാന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്കത് ജയിക്കാൻ പിടിക്കാൻ പറ്റും. ഇന്ന് പകലിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മുമ്പിലാഞ്ഞടിക്കുമ്പോഴും പറയാൻ കഴിയണം, ഞങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാ. ദൈവത്തിൻ്റെ മനസ്സ് ഞങ്ങളെ അവിടെ നിന്ന് അറിയിക്കും. ഇവിടെ ഞങ്ങൾ പരാജയപ്പെടത്തില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവസഭ തയ്യാറാവട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ സ്തോത്രവാക്യം മറന്നു പോകരുത്. എപ്പോഴും ദൈവത്തോട് പറ്റി, ദൈവമായിട്ട് അഭേദ്യമായൊരു ബന്ധം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ വന്നപ്പോൾ, കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഉയരം, ആഴം, ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ എന്നിട്ട് പറയുന്ന പ്രസ്താവന, ഇതിൽ നിന്നൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ. അപ്പം അത്ര ബന്ധമാണ്. യേശുവായിട്ട് ബന്ധം വന്നാൽ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയാണ്. ഇതിനെയൊക്കെ ചാടിക്കടക്കാൻ, ഇതിനെ ജയിക്കാനുള്ള ഒരഭിഷേകം നമ്മുടെ അകത്ത് വ്യാപരിക്കും. അപ്പോൾ ആ അടുപ്പമാണ് നമ്മളെ ശക്തരാക്കുന്നത്. അല്ലേ, അടുപ്പം പ്രാപിച്ച പൗലോസ്ലീഹ അല്ലേ റോമിലെ കാരാഗൃഹത്തിൽ കിടന്ന് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ഇതിനെയൊക്കെ ജയിക്കാൻ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അതാ പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും വരുന്ന എല്ലാത്തിനെയും ജയിക്കാൻ ഒരമിത ബലം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. വിശ്വസിക്കുക. എന്തിനാണ് നിരാശപ്പെടുന്നത്? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പക്ഷേ നമ്മുടെ വിചാരങ്ങളെക്കാൾ, നമ്മുടെ വഴികളെക്കാൾ ദൈവത്തിൻ്റെ വിചാരങ്ങളും വഴികളും അത്യന്തം ശ്രേഷ്ഠമാണ്, ഉയർന്നിരിക്കുന്നതാണ്. നമ്മൾ കരുതാതെ തന്നെ നമുക്ക് വേണ്ടി കരുതുന്ന വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു ഇമ്പസ്വരം ഇന്ന് പകലിലും അവിടെ നമ്മളെ കേൾപ്പിക്കും. നീ ഇനിയും ഇത് തുറക്കില്ല എന്ന് ചിലതിൻ്റെ മുമ്പിൽ നിന്ന് വേദനയോടെ, സങ്കടത്തോടെ, നെടുവീർപ്പോടെ ആയിരിക്കുമ്പോൾ, ഇല്ല തുറക്കത്തില്ല എന്ന് പറയുന്ന ഇടത്ത് തന്നെ നിനക്ക് വേണ്ടി തുറക്കാൻ കാലതാമസമായി, പഴകിപ്പോയി, കൈവിട്ടുപോയി, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി, താളം തെറ്റിപ്പോയി എന്ന് പറയുന്ന വിഷയത്തെ തൊടാൻ എൻ്റെ കർത്താവ് ഇന്ന് പകലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. ദൂത് പറയുമ്പോൾ തന്നെ ചില ഹൃദയങ്ങളെ ദൈവം സ്പർശിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഇന്ന് പകൽ നിറയ്ക്കാൻ അവിടത്തേക്ക് പ്രസാദമുണ്ട്. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ബലഹീനർ ബലം പ്രാപിക്കട്ടെ. ശക്തിയില്ലാത്തവർക്ക് ശക്തി വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം ഈ പകൽ നിങ്ങളുടെ ശരീരത്തിലും മൈൻഡിലും വെളിപ്പെട്ടു വരട്ടെ. അറപ്പാനും മുടിപ്പാനും പിശാച് വന്നെങ്കിൽ ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും എൻ്റെ യേശു വന്നിട്ടുണ്ട്. അവൻ്റെ പേര് മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, സകലത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ, സകലത്തെയും കാൽ കീഴാക്കിയവൻ, സകലത്തിന്മേലും നിയന്ത്രണമുള്ളവൻ ഇന്ന് പകലിലും നമ്മുടെ അകത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റാൻ തയ്യാറാകട്ടെ. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമാകിയാൽ സ്തോത്രത്തോടെ ദൈവമുമ്പാകെ നമുക്ക് ഒന്ന് അടുത്ത് ചെല്ലാൻ തയ്യാറാകാം.
123 സങ്കീർത്തനം 1 വാക്യം, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ഭക്തൻ്റെ ഒരു പ്രാർത്ഥനയാണ്. വേറെങ്ങും ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തത്തില്ല, വേറെങ്ങും ഞങ്ങൾ നോക്കത്തില്ല. സ്വർഗത്തിൽ വസിക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, സർവശക്തനായൊരു ദൈവമുണ്ട്, ചമച്ച ഒരുവനുണ്ട്. ഞാൻ തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരുവൻ സ്വർഗത്തിലുണ്ട്. എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നെന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന, സ്വർഗം സിംഹാസനമായി ഭൂമി പാദപീഠമായിരിക്കുന്ന ദൈവം നോക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി എഴുന്നേറ്റ് വന്ന, കരയുന്ന തൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കേട്ട, ചെങ്കടലിനെ ഭേദിച്ച് എത്തേണ്ടിടത്ത് എത്തിക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകലിലും വിളിച്ചു പറയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അസാധ്യങ്ങളുടെ മുൻപിൽ നട്ടം തിരിയുന്ന ചിലരോട് വിളിച്ചു പറയുന്നു. പലയിടത്തും പോയി ആശ്രയിച്ചു, കുഴഞ്ഞും തളർന്നും ക്ഷീണിച്ചും പോയിരിക്കുന്നു. പല ഹസ്തങ്ങളും പിൻവലിക്കപ്പെട്ടു. ഡോക്ടേഴ്സ് തള്ളുന്നതിനെ ഇന്ന് പകൽ വിടുവിക്കാൻ കഴിവുള്ളവൻ, ലോകം മാറ്റി നിർത്തിയതിനെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവൻ, നോ എന്ന് പലരും പറഞ്ഞെടുത്ത് എനിക്ക് സാധ്യമെന്ന് പറയുന്നവൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ വിഷയങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ ഒരു വലിയ ജയം കർത്താവ് നൽകിയ, ഒരു വലിയ കുതിപ്പ് നൽകിയ, എഴുന്നേൽക്കാൻ കഴിയാതെ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ സ്വസ്ഥതകളെ നഷ്ടപ്പെട്ട ചിലരോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് നിവർത്തുവാൻ തയ്യാറാകൂ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നുവെന്ന് അതിന് മുമ്പത്തെ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇവിടെ പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ഹല്ലേലൂയ. അപ്പോഴൊക്കെ കൃപ ചെയ്യുവോളം കണ്ണുകൾ ഉയർത്താൻ തയ്യാറാകുമെങ്കിൽ, കരയുന്ന തൻ്റെ ജനത്തിനു വേണ്ടി അവിടുന്ന് പറയുന്നു, ഇതാ ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. സങ്കടം കേട്ട, വേദന കണ്ട, നിലവിളി അറിഞ്ഞ് ഒരുവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നിൻ്റെ തലമുറയോർത്ത് നീ വിഷമിക്കണ്ട. നീ അവിടെ ഇല്ലെങ്കിലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ കരുതാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്വർഗത്തിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. മരുഭൂമിയിൽ അലഞ്ഞ, പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശയ്ക്ക് ഭംഗം വന്ന, ജീവന് ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് ചിന്തിച്ച ഒരു ഹാഗറില്ലേ, ഒരു മോനില്ലേ, ബാലൻ കരയുകയാണ്, ഹാഗറും കരയുകയാണ്. മരുഭൂമിയിൽ അവളെ അറിയാൻ അബ്രഹാം അവിടെ ഇല്ല, ആ സൗണ്ട് കേൾക്കാൻ മറ്റാരുമില്ല. പക്ഷേ സ്വർഗത്തിൽ വസിക്കുന്നവൻ ഹാഗർ കരഞ്ഞപ്പോൾ, ബാലൻ്റെ നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗം കടാക്ഷിച്ചു കേട്ടോ. അരുളപ്പാടുകൾ വന്നു, ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ. നീ അതിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല, ഇതിനെ താങ്ങാൻ പറ്റത്തില്ല, ഇതിനെ ഇനി എൻ്റെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല. ഈ മരുഭൂമി എൻ്റെ എൻഡാകുമെന്ന് പറയുമ്പോൾ അതേ മരുഭൂമിയിൽ തന്നെ നിനക്കും നിൻ്റെ തലമുറയ്ക്കും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നീരുറവ ഇന്ന് പകൽ സ്വർഗം പ്രൊവൈഡ് ചെയ്യുക. അത് തുറക്കുകയാണ്. നീ പ്രതീക്ഷിക്കാത്ത ഇടത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ തുറന്നാൽ അബ്രഹാം തരുന്ന വാട്ടർ കുറച്ച് സമയം കൊണ്ട് തീർന്നില്ലേ? പക്ഷേ ഈ നീരുറവ ഇന്നുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തുറന്നാൽ ഇഷ്ടം പോലെ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂതേറ്റെടുക്കട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവൻ കരഞ്ഞ ഹാഗറിനു വേണ്ടി, തൻ്റെ പൈതലിനു വേണ്ടി മരുഭൂമിയിൽ എഴുന്നേറ്റ വീര്യം പ്രവർത്തിച്ചവനാ. ഹല്ലേലൂയ. ശിംശോൻ കരഞ്ഞില്ലേ? ഞാൻ ലേഹി മരിച്ചു വീഴും, ദാഹം കൊണ്ട് തളർന്നു വീഴും, ക്രിസ്തു ശക്തികൾ എൻ്റെ മേൽ ജയവർഷം കൂടും. ആ കരഞ്ഞ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി സ്വർഗത്തിൽ വസിക്കുന്നവൻ വീണ്ടും ശിംശോനെ ജീവിപ്പിച്ചു. അവന് ചൈതന്യം വന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ജീവിക്കാൻ കഴിയത്തില്ല, ഇനി എനിക്കൊന്നും കാണാൻ കഴിയത്തില്ല, ഇവിടം കൊണ്ട് തീർന്നു. പ്രിയ കുഞ്ഞെ, ഇല്ല, നീ ഇരിക്കുന്നിടത്ത് തന്നെ നിനക്ക് വേണ്ടി ചിലത് ഇന്ന് പകൽ നിന്റെ ശരീരത്തിലും മൈൻഡിലും ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. നിന്റെ നിരാശകൾ മാറട്ടെ.
കരയുന്നവനെ, കണ്ണുകൾ ഉയർത്തുന്നവനെ, ദീർഘമായി പ്രാർത്ഥിക്കുന്നവനെ, വചനം ധ്യാനിക്കുന്നവനെ കൈവിടാത്ത ഒരു ദൈവം ഇന്ന് പകൽ കുഞ്ഞേ, സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. ചെവി ചായച്ച് കേൾക്കുന്ന ഒരുവൻ, കാണുന്ന ഒരുവൻ, അറിയുന്ന ഒരുവൻ, ശക്തിപ്പെടുത്തുന്നവൻ, ബലം കൽപ്പിക്കുന്നവൻ, മുമ്പോട്ട് പോകാൻ പറയുന്നവൻ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ വീണ്ടും ഈ സന്ദേശത്തിൻ്റെ ശക്തി ഏറ്റെടുക്കണം. തളർന്നു പോകരുത്, ക്ഷണിച്ചു പോകരുത്. നിങ്ങളോട് കൂടെയുള്ളവൻ വലിയവൻ, അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മളോടുകൂടെ ഉള്ളവൻ സർവശക്തൻ, അഖിലാണ്ടത്തിൻ്റെ ഉടമയൻ, അനാദിയായും ശാശ്വതമായവൻ. ഇന്ന് പകൽ ആ ശക്തി നിങ്ങളുടെ ശരീരത്തിലൊന്ന് തിരിച്ചറിയട്ടെ. തളർന്നിരിക്കുന്നവർ ഇന്ന് പകൽ വിളിച്ചു പറ, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കാൻ പോകുക. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവരായുള്ളവയെ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. സർവശക്തൻ നിങ്ങളെ കടാക്ഷിക്കുന്ന പകൽക്കാലമാ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ആലോചനയ്ക്കായി സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, കണ്ണുകൾ അങ്ങയിലേക്ക് ഞങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന, വിഭജിക്കേണ്ടതിനെ വിഭജിച്ച്, തുറക്കേണ്ടതിനെ തുറന്ന്, എഴുന്നേൽപ്പിക്കേണ്ടതിനെ എഴുന്നേൽപ്പിച്ച്, വിളിച്ചു വരുത്തേണ്ടതിനെ വിളിച്ചു വരുത്തി, നിർജ്ജീവമായതിനെ ജീവിപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ തിരിച്ചു നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ ആത്മീക വിടുതൽ വ്യാപരിക്കട്ടെ, പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് തൻ്റെ ജനത്തിൻ്റെ മേൽ വരട്ടെ, തലമുറകൾ മേൽ ആത്മാവിൻ്റെ അനോയിന്റിങ് വരട്ടെ. അടഞ്ഞ ഇടത്ത് തന്നെ നിലവിളി കേട്ട് ഹാഗറിന് വേണ്ടി തുറന്ന, ഷിംഷന് വേണ്ടി തുറന്ന ദൈവമേ, ഇന്ന് പകൽ കരയുന്നവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി സ്വർഗം ചെയ്യുന്ന വലിയ ശ്രേഷ്ഠകരമായ പന്താവുകൾക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തൂ. അവിടുന്ന് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. നമ്മളെ കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ ഇന്നും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിരിക്കുന്നു. വീര്യം പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുത്തെ കൈ നീട്ടിയിരിക്കുന്നു. അവിടുത്തെ കമാൻഡുകൾ പുറപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയൂ. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.